കഴിഞ്ഞ ദിവസമാണ് ദിയ കൃഷ്ണയുടെ 27ാം പിറന്നാൾ ആഘോഷിച്ചത്. അമ്മയാകുന്നതിന് മുൻപുള്ള അവസാനത്തെ പിറന്നാൾ ആയതുകൊണ്ട് തന്നെ പരമാവധി ആഘോഷിക്കാനായിരുന്നു താരം കൂടുതലും ശ്രമങ്ങൾ നടത്തിയത്. തിരുവനന്തപുരത്തായിരുന്നില്ല, നേരെ മറിച്ച് ബാംഗ്ലൂരിലെ ബന്ധുവീട്ടിലായിരുന്നു ദിയയുടെ പിറന്നാൾ ആഘോഷം നടന്നതും. ചെറിയൊരു വെക്കേഷൻ എന്ന രീതിയിൽ കൂടിയാണ് അശ്വിനൊപ്പം ദിയ അമ്മയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയിരുന്നത്. 7ാം മാസത്തിലേക്കാണ് താരത്തിന്റെ ഗർഭകാലം ഇപ്പോൾ കടന്നിരിക്കുന്നത്. ആദ്യത്തെ 2 ട്രൈമസ്റ്ററിൽ സംഭവിക്കാത്ത പല മാറ്റങ്ങളും ശരീരത്തിൽ ഉണ്ടാകുന്ന വേവലാതിയിലാണ് താരം ഇപ്പോൾ. 3rd ട്രൈമസ്റ്ററിലേക്ക് കടന്നതോടെ മുഖം മുഴുവൻ കുരുവായി മാറിയിട്ടുണ്ട്. ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും താരം പറഞ്ഞു. 9ലോ 10ലോ പഠിക്കുമ്പോഴായിരുന്നു അവസാനമായി എനിക്കൊരു മുഖക്കുരു വന്നിരുന്നത്. അല്ലാതെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്നും താരം പറയുന്നു. ക്ലിയർ സ്കിൻ ഉണ്ടായിട്ട് 3rd ട്രൈമസ്റ്റർ എത്തിയപ്പോൾ വലിയ കുരുക്കൾ വന്നവരുണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യുകയെന്നും താരം പറയുകയുണ്ടായി. പ്രഗ്നൻസിക്ക് ശേഷം മുഖക്കുരു പോയോ ഇല്ലേ എന്നുകൂടി പറയണേ എന്നും താരം കൂട്ടിച്ചേർത്തു. ഞാനിപ്പോൾ വളരെയധികം ടെൻഷനിലാണ് ഉള്ളത്. കുരു മുഖത്തുണ്ടാകുകയാണെങ്കിൽ അതിൽ തൊട്ടുകൊണ്ടിരിക്കാനുള്ള പ്രവണത എനിക്ക് പണ്ട് തൊട്ടേ ഉള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ദിയയുടെ ബർത്ത്ഡേ വ്ലോഗ് ആരംഭിക്കുന്നത്. മധുരം കഴിക്കാത്ത ആളായതുകൊണ്ട് തന്നെ ചെറിയൊരു ബർത്ത്ഡേ കേക്കായിരുന്നു ദിയ പിറന്നാളിനായി വാങ്ങിയിരുന്നത്. ബ്രേസ്ലെറ്റ് ആണ് അമ്മ സിന്ധു മകൾക്ക് ഗിഫ്റ്റായി കൊടുത്തതും. ബാംഗ്ലൂരിലേക്ക് പുറപ്പെടും മുമ്പ് തന്നെ അമ്മയുടെ സമ്മാനം ദിയയുടെ കൈകളിൽ എത്തുകയും ചെയ്തിരുന്നു. അതുപോലെ ഭർത്താവ് അശ്വിൻ മോതിരമാണ് ദിയയ്ക്ക് നൽകിയത്. മാത്രമല്ല കൈവിരലിൽ ഇപ്പോൾ ഫിറ്റ് ആകുന്നത് അശ്വിൻ തന്ന പ്രപ്പോസൽ റിംഗ് മാത്രമാണെന്നും താരം പറയുകയുണ്ടായി. അടുത്ത പിറന്നാളിന് എനിക്കൊപ്പം സൈഡിൽ വേറൊരാൾ കൂടി ഉണ്ടാകുന്നതായിരിക്കും. ഈ പ്രാവശ്യം അശ്വിന്റെ സമ്മാനം മോതിരമായിരുന്നു. ഞാൻ നാട്ടിലില്ലാത്തതിൽ അമ്മ വളരെയധികം സങ്കടത്തിലാണ്. കഴിഞ്ഞ 3-4 വർഷമായി പിറന്നാളിന് ഞാൻ വീട്ടിൽ ഉണ്ടാകാറില്ല എന്നും താരം കൂട്ടിച്ചേർത്തു. ആ സമയത്ത് അമ്മ ഒരു കേക്ക് എൻ്റെ പേരിൽ എഴുതി വാങ്ങി മുറിച്ച് എല്ലാവർക്കും കൂടി കഴിക്കാൻ കൊടുക്കുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടേറിയ നിമിഷമായി എനിക്ക് തോന്നിയിട്ടുള്ളത് പിറന്നാൾ ദിവസമാണെന്നും താരം പറഞ്ഞു. അത്രയും നാൾ നമ്മളെ ആർക്കും തന്നെ വേണ്ടായിരിക്കും. പക്ഷേ ബർത്ത്ഡേയുടെ ആ ദിവസം നമ്മളെ നടുക്കു പിടിച്ച് നിർത്തി പിറന്നാൾ ആശംസയൊക്കെ എല്ലാവരും തന്നെ നേരും. പിന്നെ ക്ലാസ് റൂമുകളിൽ മിഠായി വിതരണം ചെയ്യാൻ കൈ പിടിച്ച് കൊണ്ടുപോകാൻ ഒരുപാട് കുട്ടികളും നമ്മുടെ ഒപ്പം വരുന്നതായിരിക്കും. മാത്രമല്ല എൻ്റെയും അവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവം അതായിരിക്കും. വളരെ വിചിത്രമായൊരു അനുഭവമാണെന്നും ദിയ പറയുകയുണ്ടായി. ബർത്ത്ഡേ ഹാറ്റൊക്കെ വെച്ച് പിറന്നാൾ ആഘോഷിക്കുന്നത് വളരെ നാളുകൾക്ക് ശേഷമാണെന്നും പിറന്നാളിന് വീട്ടിൽ തന്നെ റിലാക്സ് ചെയ്തിരിക്കുന്നതാണ് തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്നും ദിയ തുറന്നു പറഞ്ഞു. വളക്കാപ്പ് ചടങ്ങിനുള്ള ഒരുക്കത്തിലാണ് താരം ഇപ്പോൾ കൂടുതലും. അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ചടങ്ങ് ഉണ്ടാകുമെന്നും താരം പറയുകയുണ്ടായി. അതിന് മുന്നോടിയായിട്ടായിരുന്നു ഈ ബാംഗ്ലൂർ യാത്ര എന്നത്. അടുത്തിടെ ബേബി മൂൺ ആഘോഷിക്കുന്നതിന് വേണ്ടി ദിയയും അശ്വിനും മാൽഡീവ്സ് ട്രിപ്പ് നടത്തിയത് വളരെയധികം വൈറലായിരുന്നു. അമ്മയ്ക്കും സഹോദരിമാർക്കുമൊപ്പം ജപ്പാൻ ട്രിപ്പ് പോകാൻ ദിയയ്ക്ക് അന്ന് കഴിഞ്ഞിരുന്നുമില്ല. ഗർഭിണിയായതുകൊണ്ട് തന്നെ ദീർഘദൂര ഫ്ലൈറ്റ് യാത്രകൾ കുറച്ചതുകൊണ്ടാണ് ജപ്പാൻ ട്രിപ്പിന് അന്ന് പോകാതിരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ദിയയുടെ വിവാഹം നടന്നിരുന്നത്. വിവാഹം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ തന്നെ ദിയ ഗർഭിണിയാവുകയും ചെയ്യുകയുണ്ടായി. കൃഷ്ണകുമാർ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടി ജൂലൈ മാസത്തോടെ ആയിരിക്കും വീട്ടിലേക്ക് എത്തുക. ദിയയ്ക്ക് ആൺകുഞ്ഞാകുമെന്നാണ് ഭൂരിഭാഗം ആരാധകരും കൂടുതലും പ്രവചനം നടത്തുന്നത്. തനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടെന്ന് താരം അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു.